ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് നമ്മളിവിടെ വെറൈറ്റി ആയ ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് എ ബി സി ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബീട്രൂട്ട്, സി ഫോർ ക്യാരറ്റ്. അപ്പോൾ അത് എല്ലാം നല്ലപോലെ കഴുകി ഇതേപോലെ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി അരിഞ്ഞ്, അതുപോലെ ആപ്പിളെല്ലാം നല്ലപോലെ കഴുകി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഒരു മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത എ ബി സി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കളറെല്ലാം നല്ല അടിപൊളിയാണ്. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതെപ്പോഴും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുടിക്കാൻ ശ്രമിക്കുക രാവിലെ. അതിനുശേഷം അങ്ങനെ പറ്റാത്തവർക്ക് എളുപ്പ വഴിക്കായിട്ട് ഒരു ട്രെയിൽ ഐസ് ക്യൂബായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് ആ ജ്യൂസ് ഐസ് ട്രെയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പകർന്നതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഇതുപോലെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് തണുപ്പിച്ചെടുക്കാം, ഐസ് ക്യൂബാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ് ക്യൂബ് റെഡി ആയിട്ടുണ്ട്. ഐസ് ക്യൂബിൽ നമുക്ക് ഒരു ഗ്ലാസ് പാലിലോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറിലോ നമുക്ക് ഇതേപോലെ 2-3 ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ നമുക്ക് കുടിക്കാം. എളുപ്പവഴി. ബാക്കിയുള്ള ഐസ് ക്യൂബ്സ് നമുക്കൊരു പാത്രത്തിലോ കവറിലോ ആക്കി ശേഖരിച്ച് വയ്ക്കാവുന്നതാണ്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഇതെല്ലാം ചെറിയ കുട്ടികൾക്കും കുടിക്കാം, വലിയവർക്കും കുടിക്കാം. ഇത് കുട്ടികൾക്ക് വേണമെങ്കിൽ മധുരം ആവശ്യമാണെങ്കിൽ ജാഗരിയോ ശർക്കരയോ എന്തെങ്കിലും ഒന്ന് ഇത്തിരി കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ഐസ് ക്യൂബ്സ് ഇതേപോലെ നമുക്ക് എടുത്ത് വയ്ക്കാം ഫ്രീസറിൽ തന്നെ. അടുത്തതായിട്ട് നമുക്ക് എ ബി സി കൊണ്ട് നമുക്ക് ഒരു ഷേക്ക് ഉണ്ടാക്കാം. അതിന് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും തൊലി കളഞ്ഞതിന് ശേഷം ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാനിൽ വെച്ച് ഇത് മൂന്നും കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്നും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഒരു മിക്സി ജാറിലിട്ടതിന് ശേഷം കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് 2 ആഴ്ചത്തോളം നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിച്ച് എടുത്തു വയ്ക്കാം. ഹോട്ട് മിൽക്കിലോ അല്ലെങ്കിൽ കോൾഡ് മിൽക്കിലോ നമുക്ക് ഇതേപോലെ ദിവസവും രാവിലെ 1 ടീസ്പൂണോളം ആഡ് ചെയ്തതിന് ശേഷം അതിൽ ജാഗരിയോ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്തെങ്കിലും ചേർത്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണിത്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് എപ്പോഴും നമുക്ക് രാവിലെ ഇതൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഞാൻ 1 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ. ഓക്കെ, ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.